നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. കൊച്ചി കളമശ്ശേരിയിൽ വൻ തീപിടുത്തം. തീ പിടിച്ചത് കിടക്ക നിർമ്മാണ കമ്പനിയുടെ ഗോഡൌണിൽ. KSEB ഹൈ ടെൻഷൻ ലൈൻ പൊട്ടിവീണാണ് തീ പിടിച്ചതെന്ന് നിഗമനം. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസിനെ കണ്ട് MDMA പൊതി വിഴുങ്ങിയയാൾ മരിച്ചത് മൈക്കാവ് സ്വദേശി ഷാനിദ്. എൻഡോസ്കോപ്പിയിൽ വയറ്റിൽ വെളുത്ത തരികൾ അടങ്ങിയ കവറുകൾ കണ്ടെത്തിയിരുന്നു. മരിച്ച ഷാനിദ് മുൻപും ലഹരിക്കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള പ്ലീനങ്ങൾ ഫലം കണ്ടില്ലെന്ന് CPIM സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. PSC ശമ്പള പരിഷ്കരണം എരുതിയിൽ എണ്ണയൊഴിക്കും പോലെ. ആശാവർക്കർമാരെ സമരത്തിലേക്ക് തള്ളിവിട്ടത് ആരോഗ്യമന്ത്രിയുടെ വീഴ്ച. സഹകരണ മേഖലയിൽ നടക്കുന്ന കൊള്ള തടയാൻ കൃത്യമായ മാർഗരേഖ വേണമെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയരേഖയിൽ ചർച്ച. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ കൂടുതൽ മൊഴികൾ പുറത്ത്. ഉമ്മ ഷമിയെ ആക്രമിച്ചത് ഉച്ചയ്ക്ക് 12 മണിയോടെ. മരിച്ചെന്നു കരുതി വീട് പൂട്ടിയിറങ്ങി ചുറ്റിക വാങ്ങി. അമ്മുമ്മയെ കൊലപ്പെടുത്തിയ ശേഷം തിരിച്ചെത്തിയപ്പോൾ ഉമ്മ മരിച്ചിരുന്നില്ലെന്നും വീണ്ടും ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചെന്നും മൊഴി. അഫാനുമായുള്ള തെളിവെടുപ്പ് തുടരുന്നു. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ജീവനൊടുക്കിയതിൽ നിർണായക തെളിവായ ഷൈനിയുടെ ഫോണിനായി അന്വേഷണം തുടരുന്നു. വീട്ടിലും റെയിൽവേ ട്രാക്കിലും നടത്തിയ പരിശോധനയിലും ഫോൺ കണ്ടെത്താനായില്ല. ഫോണിനെ കുറിച്ച് അറിവില്ലെന്ന ഷൈനിയുടെ മാതാപിതാക്കളുടെ മൊഴി മുഖവിലക്കെടുക്കാതെ പോലീസ്. ഷൈനി സ്വന്തം വീട്ടിൽ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നോ എന്നതിലും അന്വേഷണം. മാതാപിതാക്കളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. മലപ്പുറം താനൂരിൽ നിന്ന് നാടുവിട്ട് മുംബൈയിലെത്തിയ പെൺകുട്ടികളെ ഇന്ന് നാട്ടിലെത്തിക്കും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവ് കസ്റ്റഡിയിൽ. പെൺകുട്ടികളെ മുംബൈയിൽ നിന്ന് കണ്ടെത്തിയത് ഇന്നലെ. ഷഹബാസ് കൊലപാതകത്തിൽ താമരശ്ശേരി ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിക്ക് ഗുരുതര വീഴ്ചയെന്ന് CWC. കൊലപാതകത്തിന് മുൻപ് സംഘട്ടനമുണ്ടായിട്ടും ഫലപ്രദമായി ഇടപെട്ടില്ല. കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇതെന്നും റിപ്പോർട്ട്. CWC